السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وصلى الله على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ ഭൂമിയിലേക്ക് നമ്മുടെ നിർദ്ദേശപ്രകാരം, നമ്മുടെ താല്പര്യപ്രകാരമല്ല നാം പിറന്നു വീണത്. ഏതൊരുവനെയാണോ ഈ ഒരു മണ്ണിലേക്ക് നമ്മെ പറഞ്ഞയച്ചത്, ആ റബ്ബിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് നാം ഏവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കാഫിറൂനാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പല സാഹചര്യങ്ങളിലായി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അറിവ് നേടുക, വിജ്ഞാനം കരഗതമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ്. സ്വാഭാവികമായും അല്ലാഹുവിങ്കിൽ നിന്നുള്ള സക്കീനത്ത് ഇറങ്ങുന്ന, കാരുണ്യം മൂടിപ്പൊതിയുന്ന മലക്കുകൾ അവരുടെ ചിറകുകൾ അറിവ് അന്വേഷിച്ചു വരുന്നവർക്കായി താഴ്ത്തിക്കൊടുക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള, മതവിദ്യാർത്ഥികൾക്ക് ആകാശഭൂമികളിലുള്ളവരും വെള്ളത്തിലെ മത്സ്യങ്ങളടക്കം ഇസ്തിഗ്ഫാറിന്, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചൊരു സദസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമുക്കൊന്ന് പാരായണം ചെയ്യാം അല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം ഒന്ന് ഓതാം, അതിന് ശേഷം പിന്നീട് നമുക്ക് ഓരോ ആയത്തുകളൊന്ന് ശേഷം ഓതിയിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം. അത് ഞാൻ പൂർണ്ണമായിട്ടൊന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ശേഷം നോദൂലേ ഇൻഷാ അല്ലാഹ്. കഴിയുന്ന വരെ നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ കാണാപ്പാഠം അറിയാവുന്ന സൂറത്താണ്. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് ഓതണം. അപ്പം ആദ്യം നമുക്കൊന്ന് ഓതുക ഇൻഷാ അല്ലാഹ്. ശേഷം കഴിയുന്ന ആളുകൾ എന്തായാലും ഒന്ന് ഓതുക കേട്ടോ. കഴിയുന്ന അത്ര ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ ഓതാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد
വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കിയായിട്ടുള്ള കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിരീൻ, അതുപോലെ തന്നെ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നൊക്കെ വ്യത്യസ്ത പേരുകളിലായിട്ട് അറിയപ്പെട്ടിട്ടുള്ള ഒന്ന്. പ്രധാനമായിട്ടും നമ്മൾ പലപ്പോഴായിട്ട് പാരായണം ചെയ്യാറുള്ള സൂറത്ത് കൂടിയാണ്. പ്രവാചകൻ പ്രത്യേകം സുന്നത്തായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് ചില സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രത്യേകം സുന്നത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആ സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ട സമയങ്ങൾ ഏതൊക്കെയാണ്? നമുക്കൊന്ന് അറിയണത് ഒന്നിങ്ങനെ പറഞ്ഞാൽ, ഒന്ന് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. പിന്നെ വിത്ർ നമസ്കാരത്തിൽ ഖിയാമുൽ ലൈലിൽ അവസാനം ചുരുക്കി രണ്ടായിട്ട് ഒറ്റയായിട്ട് അല്ലെങ്കിൽ അവസാനം ഒന്നിച്ച് ഒറ്റയാക്കിയിട്ട് വിത്രാക്കി നമസ്കരിക്കുമ്പോൾ അതിലും ആദ്യത്തെ മൂന്നില് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അലയും, രണ്ടാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂനും, അവസാനം ഒറ്റയായിട്ട് അവസാനിപ്പിക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസും ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയിട്ട് അവസാനിപ്പിക്കും. പിന്നെ 2 പിന്നെ നമ്മൾ സ്വഹീഹ ഹദീസുകളിലാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ രംഗങ്ങൾ ദുഹാല് അത്ര കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സ്വഹീഹ ഹദീസുകളിലൂടെ, അല്ലാഹു അഅലം. പിന്നെ മഗ്രിബിന് ശേഷമുള്ള, നമ്മൾ പറഞ്ഞോ ഇല്ല അല്ലെ, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഇതേപോലെ തന്നെ ഓതാറുണ്ട്. പിന്നെ തവാഫ് അല്ലെ, തവാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് എന്ത് ചെയ്യും? 2 റക്അത്ത് നമസ്കരിക്കും. അതിലും പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ളത് ഇതേ സൂറത്തുകൾ തന്നെയാണ്. പ്രധാനമായിട്ടും ഈ സമയങ്ങളിലാണ് കൂടുതലായിട്ട് പഠിപ്പിക്കപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് മുഖശ്കിശതാൻ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ 2 സൂറത്തുകളിൽ. സൂറത്തു ബഖറയും സൂറത്തു ആൽ ഇംറാൻ ആണെങ്കിൽ സഹ്റാവൈൻ എന്ന് പറയും. അതേപോലെ ഈ 2 സൂറത്തുകളെ പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുഖശ്കിശതാനാണ്. കഷ്കശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുന്നത്, നീക്കുന്നത്, പോക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഈ 2 സൂറത്തുകൾ നിഫാക്കിൽ നിന്നും ഷിർക്കിൽ നിന്നും ഒക്കെയുള്ള ബറാഅത്താണ്, അതിന് ഒഴിവാക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഇനി മുതൽ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യേണ്ടത്. ഈ നമസ്കാരങ്ങൾ ഓതുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഷിർക്കിൻ്റെയും നിഫാക്കിൻ്റെയും കണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാവണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ സൂറത്തിനെ കുറിച്ച് റുബഉൽ ഖുർആനാണ് എന്ന് പറഞ്ഞു. സുലുസുൽ ഖുർആൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സുലുസുൽ ഖുർആൻ എന്താ? 1/3 സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? ആദ്യം നമ്മൾ പഠിച്ച സൂറത്തായിരിക്കും. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് 1/3 എന്ന് പറഞ്ഞു. സൂറത്തുൽ കാഫിറൂനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റുബഉൽ ഖുർആനാണ്, 4/1 എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മഹത്വമാണ് ഈ പറയുന്നത്. അപ്പൊ ഒന്ന് ഷിർക്കിൽ നിന്നുള്ള ബറാഅത്താണ്, ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള, ഷിർക്കിൽ നിന്നുള്ള വിമുക്തിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പാരായണം ചെയ്യാൻ പഠിപ്പിച്ച മറ്റൊരു സമയം കൂടിയാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു സ്വഹാബി വന്നിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, പ്രവാചകനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൽമ്, ഫിറാഷിലേക്ക് പോകുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൽമ എനിക്ക് പകർന്നു തരണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അപ്പൊ ഷിർക്കിൽ നിന്നുള്ള, നിഫാക്കിൽ നിന്നുള്ള ബറാഅത്താണ്, അതിൽ നിന്നുള്ള വിമുക്തിയാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ അടുക്കൽ സ്വഹാബി വന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, ഫിറാഷിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു അറിവ് പഠിപ്പിച്ചു തരണം എന്നാണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? സൂറത്തുൽ കാഫിറൂന് പാരായണം ചെയ്യുക. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹ ബറാഅത്തും മിനശ്ശിർക്ക്,
അത് ഷിർക്കിൽ നിന്നുള്ള ബറാഅത്താണ്, ഷിർക്കിൽ നിന്നുള്ള വിമുക്തിയാണ് എന്ന് പ്രവാചകൻ ശ്രമം. മറ്റു പല ഹദീസുകളും ഇതേപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി മുതൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത് അർത്ഥം. അപ്പോൾ ഈ രണ്ട് സൂറത്തിനും തമ്മിൽ ഒരുപാട് പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധവും പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഈ രണ്ട് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കിൽ നിന്നുള്ള നിഫാക്കിൽ നിന്നുള്ള നിർമാർജനമാണ് എന്നുള്ളതാണ്. അതുപോലെ തൗഹീദിനെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ അർത്ഥം എന്താ? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. അതിൽ ലാ ഇലാഹ എന്നതിൻ്റെ വിശദീകരണമാണ് സൂറത്തുൽ കാഫിറൂന്, ഇല്ലല്ലാ എന്നതിൻ്റെ വിശദീകരണമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പഠിപ്പിക്കപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പം അത്രയും ഒരാള് ഒരു വിശ്വാസം പൂർണ്ണമാകാൻ അടിസ്ഥാനമാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് തന്നെ അവിടെയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലയെ വിശദീകരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് സൂറത്തുകളിലൂടെ ചെയ്യുന്നത്. അതേപോലെ മറ്റൊന്ന് 18ാമതായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സൂറത്തുൽ കാഫിറൂൻ. ഇത് അവതരിക്കുവാൻ, ഇത് ഇറങ്ങാൻ ചില സാഹചര്യങ്ങളുണ്ട്. സാഹചര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മക്കയിൽ ഉണ്ടായിരുന്ന സാഹചര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം പറഞ്ഞു തുടങ്ങിയപ്പോൾ, ജനങ്ങളിലേക്ക് ഇസ്ലാമിലേക്ക് എത്തിച്ചു തുടങ്ങിയപ്പോൾ, ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു തുടങ്ങിയപ്പോൾ കുറേ ആളുകൾ പല രൂപത്തിൽ എന്ത് ചെയ്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? നബിനെ വളരെ വലിയ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയിട്ട് പ്രബോധനം തടയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കഠിനമായിട്ടുള്ള ഉപദ്രവങ്ങൾ പ്രവാചകന് നൽകിയിട്ട് തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പീഡന മുറകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ സ്വീകരിച്ച ഒരു കാര്യമായിരുന്നു എന്ത്? ഒരു സോപ്പിംഗ് നയത്തിലൂടെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഈ ദീനിൻ്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് കളയുകയാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, നീയൊന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് വഴങ്ങിത്തരാമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില മാർഗങ്ങൾ, അങ്ങനെ ഒരു വഴങ്ങിത്തരാനുള്ളൊരു സോപ്പിംഗ് നയവുമായിട്ട് ചില ആളുകൾ മക്കയിൽ മുശ്രിക്കുകളായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ കടന്നു വരിക. അതിൽ പ്രധാനമായിട്ടുള്ള ആളുകളായിരുന്നു ആസിബിന് വായിലിനെ പോലുള്ള, വലീദ് ബിൻ മുഗീറയെ പോലുള്ള, ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലുള്ള ആളുകൾ. അങ്ങനെ കുറച്ച് ആളുകൾ, 4-5 ആളുകൾ വന്നിട്ട് പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്ന് ഇങ്ങനെ പ്രബോധനം ചെയ്ത് നടക്കുന്നുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്തോ, ഒരു കൊല്ലം നമ്മളെല്ലാവരും നീ പറഞ്ഞ് ആരാധ്യനെ ആരാധിക്കുക, അടുത്ത കൊല്ലം ഞങ്ങളതും ആരാധിച്ചോ, എന്നാൽ കുറച്ച് ഹൈർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങലുകളാവാലോ, നമുക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട, ഇജ്ജ് കുറച്ച് കാലം എൻ്റെത് ആരാധിക്കുക, ചിലതൊക്കെ ഒരു ദിവസം എൻ്റെത് ആരാധിക്കുക, ഒരു ദിവസം ഞങ്ങൾ നിൻ്റെത് ആരാധിച്ചോളാം, ഒരു ദിവസം നീ ഞങ്ങളത് ആരാധിക്കണം എന്നൊക്കെ രൂപത്തിൽ വന്നിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള നേതാക്കന്മാർ വന്ന് ഇങ്ങനെ പറഞ്ഞു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി പിന്നീട് തുറന്നിറങ്ങുന്നത്. അതിനുള്ള മറുപടിയായിട്ട് നീ അവർക്ക് പോയി പറഞ്ഞു കൊടുക്കണം, ഓതി കൊടുക്കണം. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുറൈശികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ സംഘത്തിൽ പോയിട്ട് പാരായണം ചെയ്തു കൊടുക്കുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അഭിസംബോധനം തന്നെ ചെയ്യുന്നത് അതാ, യാ അയ്യുഹൽ കാഫിറൂൻ, ഈ സത്യനിഷേധികളെന്ന്, അല്ലെങ്കിൽ സത്യത്തെ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ പ്രത്യേകം എടുത്തുകൊണ്ട് തന്നെ പറയാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് ഒരു ആയത്തിൽ പറയുന്നുണ്ട്, ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറുനീ അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അവിടെ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുക, നബിയെ നീ അവരോട് പറയുക, അല്ലയോ ജാഹിലീങ്ങളെ, വിവരം കെട്ടവരെ. എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അല്ലാഹു അല്ലാത്തവരെ ഞാൻ ആരാധിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അല്ലല്ലാത്ത ആരാധ്യരെ സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നതെന്ന് നീ അവർക്ക് പോയി മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞ രംഗം നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് അവർക്ക് ഓതി കൊടുക്കുക. എന്താ അതിൻ്റെ അർത്ഥം? കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചു, കുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? കുൽ, നീ പറയുക. എല്ലാ സൂറത്തും പറയേണ്ടതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? എല്ലാ സൂറത്തും ജനങ്ങളിലേക്ക് എത്തിച്ചു നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. തുടർന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നീ പറയണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഗൗരവമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ചിലതൊക്കെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കുൽ എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉപയോഗിച്ചിട്ട് തുടങ്ങാറുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഗൗരവം ഓർമ്മിപ്പിക്കാനാണ്. നീ അവരോട് പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ.
അപ്പൊ വിശ്വാസമില്ലാത്ത, ഈമാനല്ലാത്ത, മുഅ്മിനീങ്ങളല്ലാത്ത, മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും എന്തിൽ പെട്ട്? ഈ കാഫിറൂനിൽ പെട്ട്. വിശ്വാസികളല്ലാത്ത എല്ലാവരും ഈ കാഫിറൂൻ എന്നതിൽ ഉൾപ്പെട്ട്. അപ്പൊ ഖുറൈശികൾ അതിൽ ആദ്യമായിട്ട് പെട്ട്, പിന്നെ വേദക്കാരായിട്ടുള്ള ജൂതന്മാര്, ക്രിസ്ത്യാനികൾ, ബാക്കിയുള്ളവര് എല്ലാവരും എന്ത് ചെയ്തു? ഇതിൽ പെട്ടു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയാണ്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅ്ബുദൂന, നിങ്ങൾ ആരാധിക്കുന്നതിന്, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ലെ, ലാത്തയും ഉസ്സയും മനാത്തയും അതുപോലെ തന്നെ ഹുബുലും ഇസാഫും നായിലയും 360ഓളം വരുന്ന വിഗ്രഹങ്ങളെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫതഹിന്റെ അന്ന് തച്ചുടച്ച് കഅബന്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാണെന്ത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കുറേ വിഗ്രഹങ്ങളുണ്ടല്ലോ, നിങ്ങൾ അതുപോലെ തന്നെ ശിർക്കുകാരായിട്ട്, പങ്കുകാരായിട്ട് നിർണയിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ, ഇതിനൊന്നും തന്നെ ഞാൻ ആരാധിക്കുന്നവനല്ല, ഞാൻ ആരാധിക്കുന്നവനല്ല. എന്നിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ്, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, വലാ അൻതും, നിങ്ങളും അല്ല, ആബിദൂന, ആരാധിക്കുന്നവരല്ല, മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിന്. അപ്പൊ ഞാൻ ആരാധിക്കുന്നത് ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. നിങ്ങളോട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നുണ്ട്. ലാ അഅ്ബുദു മാ തഅ്ബുദു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ആരാധിക്കുന്ന, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല എന്ന് പറഞ്ഞല്ലോ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. അപ്പൊ ഞാൻ ആരാധിക്കുന്ന മക്കാ മുശ്രിക്കുകൾ അള്ളാഹിനെ ആരാധിച്ചിരുന്നില്ലേ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഖുൽ മർ റബ്ബുസ് സമാവാതിസ് സബ്ഇ വ റബ്ബുൽ അർശിൽ അദീം. ഈ ആകാശഭൂമികളുടെ ഒക്കെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് സയഖൂലൂന ലില്ലാഹ്, അവർ പറയുന്നത് അല്ലാഹ്. മക്കാ മുശ്രിക്കുകൾ പറയും അല്ലാഹു ആണെന്ന്. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് അതിൻ്റെ ഒക്കെ റബ്ബ്, അതിനെ സംവിധാനിച്ച് അതിനെ നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കാ മുശ്രിക്കുകളുടെ മറുപടിയും അല്ലാഹു ആണ് എന്ന്. അപ്പൊ അവർക്ക് അവിടെ തെറ്റിയിട്ടില്ല എന്നർത്ഥം. റബ്ബ് അല്ലാണെന്നുള്ളതിൽ എന്തില്ല, തെറ്റില്ല. ഖുർആനിൽ ആവർത്തിച്ച് പലയിടങ്ങൾ ഓർമ്മത്തിന്. നിങ്ങളുടെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിനും അവർ മറുപടി പറയും ആരാ? അല്ലാഹു ആണ് എന്ന്. അപ്പൊ അല്ലാഹു ആണ് അവരുടെ റബ്ബ് എന്നതില് മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് എന്തില്ല? അഭിപ്രായ ഭിന്നതയില്ല, റബ്ബിന്റെ വിഷയത്തിലില്ല. അതേപോലെ തന്നെ നമുക്കറിയാം, കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തും സംഘവും വന്ന രംഗം നമുക്കറിയാം അല്ലെ. സൂറത്തുൽ ഫീലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്യുന്നത്? അന്നത്തെ നേതൃത്വം അബ്ദുൽ മുത്തലിബിനാ. അബ്ദുൽ മുത്തലിബ് നേരെ ഇങ്ങനെ ഒരു വലിയ സമൂഹം ഇങ്ങനെ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അബ്ദുൽ മുത്തലിബിന്റെ കുറച്ച് ഒട്ടകങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അബ്രഹത്തിന്റെ കൂട്ടര്. എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അതിനൊക്കെ ഇങ്ങോട്ട് വിട്ടുന്നോളി, അതിനൊരു റബ്ബുണ്ട്, ആ കഅബക്കൊരു റബ്ബുണ്ട്, ആ കഅബയുടെ റബ്ബ് സംരക്ഷിക്കും എന്ന് പറയാ ചെയ്ത്. എന്നിട്ട് നേരെ മലന്റെ മുകളിലേക്ക് അവർ അഭയം പ്രാപിച്ച് പോകുന്നതിന് മുമ്പ് കഅബയുടെ കില്ല പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു. ആരോടാണെന്നറിയോ? ലാഹുമ്മ, അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട്, അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിന്? ഈ കഅബയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹിനെ അവർക്കറിയാം. അതേപോലെ അബൂജഹലും ബാക്കിയുള്ളവരൊക്കെ നബിനോട് വന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഈ ഒരു കാര്യം ചെയ്യ്, നീ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മുകളിലേക്ക് കല്ലിന്റെയും അതുപോലെ തന്നെയുള്ളതിൻ്റെ ഒക്കെ മഴ വർഷിപ്പിക്കാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്ക്, വളരെ കഠിനമായിട്ടുള്ള ശിക്ഷ ഞങ്ങളിലേക്ക് എത്തിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തിരുത്തി പറഞ്ഞു, അതിനുള്ള മറുപടി കൊടുത്തു. അള്ളാഹിനോട് അവിടെ പ്രാർത്ഥിക്കുന്നത് മറുപടി കൊടുത്തു. എന്താ മറുപടി എന്നറിയോ? നീ ഉണ്ടായിരിക്കെ അവരെ ഞാൻ ശിക്ഷിക്കൂല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉണ്ടായിരിക്കെ അവരെ ഞാൻ ശിക്ഷിക്കില്ല എന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥന നടത്തുന്നൊരു, പക്ഷേ അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തു? അല്ലാത്ത കുറേ കാര്യങ്ങളെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും വലിയ ഒരു നമുക്ക് മനസ്സിലാക്കാനുള്ള അവരുടെ ശിർക്കിന്റെ എത്രത്തോളം അവർ മറ്റു പലതിനെയും ആരാധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രംഗമാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു
അവര് ഒരു ഗോത്രത്തിന്റെ ഒരു തലവനായിട്ടുള്ള നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ മക്കത്ത് ഇവിടെ ഒരു മക്കത്ത് ഇങ്ങനെ ഒരാൾ പുത്തൻവാദി വന്നിട്ടുണ്ട്. കാരണം അന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന രംഗങ്ങൾ പ്രവാചക സമയെ അവർ വിളിച്ചത് പുത്തൻവാദി എന്ന സാഹിബ്. പുത്തൻവാദി വന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ആദ്യം സഹോദരനായിട്ടുള്ള അനസിനെ പറഞ്ഞയച്ചു. അനസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിങ്ങനെ വന്നു, പക്ഷേ ഒരു തൃപ്തി വന്നില്ല. തൃപ്തി വരാഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ് അവരെന്നെ എന്ത് ചെയ്തു, നേരെ കടന്നു വന്നിട്ട് മക്കത്ത് വന്ന് അന്വേഷിക്കുകയാണ്, ഇങ്ങനെ ഒരു പുത്തൻവാദിനെ കുറിച്ച് കേട്ടല്ലോ എന്നുള്ള രൂപത്തിൽ. അപ്പം തന്നെ സ്പോട്ടിൽ അടി കിട്ടിയെന്ന. കാരണം ഇസ്ലാമിന് അത്രയേറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ അടികിട്ട സാഹചര്യത്തിൽ തിരിച്ചു കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു കാര്യം മനസ്സിലാക്കി, ഇനി എന്ത് നടക്കൂല, പരസ്യമായിട്ട് ഇത് ചോദിക്കുക എന്നുള്ളത് പ്രശ്നമാണ് എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസിനൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ കണ്ടുമുട്ടാനുള്ള അവസരം കിട്ടിയാലോ എന്ന് ചോദിച്ചാൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കഅബയുടെ അടുക്കൽ അവിടെ ചാരി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് ഏകദേശം 30ഓളം ദിവസം നിന്നു. 30ഓളം ദിവസം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഒരു രാത്രിയിൽ ഇങ്ങനെ ഒരു 2 സ്ത്രീകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അവിടെ തവാഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളാണെച്ചെങ്കിൽ ഉടുവസ്ത്രം ഇല്ലാതെ തവാഫ് ചെയ്യണം, വിവസ്ത്രരായിട്ട് നഗ്നരായിട്ട് തവാഫ് ചെയ്യണം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അവർ തവാഫ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇസാഫ് നായില എന്ന് പറയുന്ന 2 വിഗ്രഹങ്ങളുണ്ട്. സഫയിലേക്ക് മറവിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഭാഗങ്ങളിലായിട്ടുള്ള ഇസാഫ് നായിലയെ അതിനെങ്ങനെ വണങ്ങിക്കൊണ്ട് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ വളരെ മോശമാണല്ലോ എന്നുള്ള രൂപത്തിലുള്ള സംസാരം അബൂദർ ഗിഫാരി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന്. അത് കണ്ടപ്പോഴാണ് ഈ സ്ത്രീകളോട് പറഞ്ഞ ഉടനെ സ്ത്രീകൾ എന്ത് ചെയ്ത് അതിന് നേരെ എതിർത്ത് സംസാരിച്ച്. ഒരു പുത്തൻവാദി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അവരിങ്ങോട്ട് ഓടി. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ദാറുൽ അർഖമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. ആ ഇറങ്ങുന്ന സാഹചര്യത്തിൽ നേരെ സ്ത്രീകളോട് ചോദിച്ചു, എന്താ അവിടെ? പറഞ്ഞു, അവിടെ ഒരു പുത്തൻവാദി ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഒരു പുത്തൻവാദി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം മനസ്സിലായി. നേരെ ചെന്നപ്പോൾ അബൂദർ ഗിഫാരി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു, പഠിച്ചു, മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് അടുത്ത ദിവസം തന്നെ രാവിലെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ സന്തോഷത്തിൽ ആൾക്കാരോട് ഉറക്ക വിളിച്ചറിഞ്ഞ് അവിടെ കിട്ടു പൊതിരത്തല്ല്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പിന്നീട് അവരെ മറഞ്ഞു നിന്നുകൊണ്ട്, നമ്മൾ ഇനി കച്ചവടത്തിന് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഗോത്രത്തിൻ്റെ ഇതിലൂടെ പോകണം, അവരെങ്ങാനും നിങ്ങൾ പ്രയാസപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ കച്ചവടത്തിന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിനെ മാറ്റി നിർത്തുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റു പലതിനെയും ആരാധിച്ചിരുന്ന ഒരു ഖൗമായിരുന്നു മക്ക മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ. അവരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. എന്നിട്ട് വീണ്ടും പറയാണ്, വലാ അന ആബിദും മാ അബദ്തും. അതേപോലെ തന്നെ നിങ്ങൾ ആരാധിച്ചു വരുന്ന ആ ആരാധന മുറ, വലാ അന ആബിദുൻ, ഞാൻ ആരാധിക്കുന്നവനല്ല, മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ഈ ആരാധന മുറ, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധന മുറകളുണ്ടല്ലോ, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ശർഈയായിട്ടുള്ള ഇബാദത്തുകളെല്ലാം അവർ ആരാധിച്ച്. എന്താ കൽപ്പിക്കപ്പെട്ടത്? നമ്മൾ സൂറത്തുൽ ബയ്യിനയിൽ നമുക്കറിയാം എല്ലാ പ്രവാചകന്മാരും കൽപ്പിക്കപ്പെട്ടത്, പ്രവാചകൻ സല്ലല്ലാഹു പ്രത്യേകം കൽപ്പിക്കപ്പെട്ടത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വയുഖീമുസ് സ്വലാത വയുത്തുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമ. പ്രവാചകനോട് കൽപ്പിക്കപ്പെട്ട എന്താ? വമാ ഉമിറു, കൽപ്പിക്കപ്പെടാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആരാധിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? അല്ലാഹനല്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാ, അല്ലാഹുവിനെ ആരാധിക്കുവാനല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീൻ, ഋജുമനസ്കനായിക്കൊണ്ട് എല്ലാവിധ താഴ്വണക്കവും കീഴ്വണക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കിക്കൊണ്ട്, അതാ കൽപ്പിച്ച്. അങ്ങനെ നിസ്കാരവും അതുപോലെ തന്നെ സകാത്തൊക്കെ കൊടുക്കാൻ ഇതൊക്കെ കൽപ്പിക്കപ്പെട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്നുള്ളതാ പഠിപ്പിക്കപ്പെട്ട്. എന്നാലോ മക്ക മുശ്രിക്കുകളുടെ അവസ്ഥ എന്താ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റു പലതിനെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വല്ലാണ്ട് ഒരു കടലിലൊക്കെ കുടുങ്ങിയ സാഹചര്യമാണെച്ചെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമായിട്ട് ചിലപ്പം പ്രാർത്ഥിക്കും. അതല്ല തിരിച്ചിങ്ങോട്ടും എത്തിക്കഴിഞ്ഞാലോ വീണ്ടും അല്ലല്ലാത്തവരെ വിളിച്ച് ആരാധിക്കുകയും അവരുടേതായിട്ടുള്ള പല ആരാധന മുറകളും
പക്ഷെ വിശ്വാസികളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് എന്താ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രഖ്യാപന. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം പാനോട് വരെ പറയുന്ന രംഗം ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്ത് സുഖ്റുഫിൽ. വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉപ്പാനോടും കൗമിനോടും പറയാണ്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായും നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ ഞാൻ ബന്ധം ഒഴിഞ്ഞവനാണ്. നിങ്ങൾ ആരാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ ഞാൻ പൂർണ്ണമായും ബന്ധം ഒഴിഞ്ഞവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൗമിനെ പ്രഖ്യാപിച്ച രംഗം ഖുർആൻ ആവർത്തിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഈ മുംതഹനയിലും പറയുന്നത് ഇതേ രംഗം. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക, അല്ലല്ലാത്തവരെ ആരാധിക്കുന്നെന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക എന്നുള്ള ഒരു നയമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വീകരിച്ച്. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ആരാധന പോലെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ആരാധിക്കൂല, നിങ്ങൾ ആരാധന പോലെ ഞാനും ആരാധിക്കൂല. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാ മുറകൾ എനിക്ക് സ്വീകാര്യപ്രദമായിട്ടുള്ള ഒന്നല്ല. നിങ്ങൾ കുറേ ഇസാഫിൻ്റെയും നായിലയെ വണങ്ങലും അവർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യലും അവർക്ക് വേണ്ടിയിട്ട് നേർച്ച വഴിപാടുകൾ നടത്തലും ഇതൊക്കെ ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടായിരിക്കും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആരാധനകളും ഒക്കെയും തന്നെ. ഇതാണ് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാം, വലാ അൻതും ആബിദൂന മാ അഅബുദ്, വലാ അൻതും നിങ്ങളല്ല, ആബിദൂന മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്ന ആരാധ്യനെ ആരാധിക്കുന്നവനല്ല. ഞാൻ ആരാധിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഋജുമനസ്കനായ രൂപത്തിൽ ആരാധിക്കുന്നവരല്ല നിങ്ങൾ, ആ ആരാധ്യനെ മാത്രം സ്വീകരിക്കുന്നവരല്ല നിങ്ങൾ എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഈ മക്കാ മുശ്രിക്കുകൾക്ക് കുറച്ചൊരു നീക്കുപോക്ക്, അങ്ങോട്ടും കൊടുക്കാം ഇങ്ങോട്ടും കൊടുക്കാം, ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു ഷോപ്പിംഗ് നയം പറ്റൂലാന്ന് കൃത്യമായിട്ട്. എന്നിട്ട് ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. അതിൽ ചില ആൾക്കാർ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൻ്റെ വൈക്ക് ഇങ്ങനെ പോയിക്കോട്ടെ, നമ്മളെ വൈക്ക് പോയിക്കോളാം, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം ഉണ്ടാക്കണേ? അങ്ങോട്ട് പോയിട്ട് ഓരോ തടയാനും നിൽക്കണ്ട, ഇങ്ങോട്ട് ഓര് വന്നിട്ട് തടയാനും നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി, രണ്ടാളും രണ്ടുപേരും അംഗീകരിക്കുക, എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വളരെ കൃത്യമായിട്ട്. അതായത് ഏത് മതം സ്വീകരിച്ചോളൂ എന്നുള്ളൊരു രംഗമാണ് അവിടെ പറയണേ. ഒരിക്കലുമല്ല. ഓരോ മതമായിട്ട് പോയിക്കോട്ടെ, തടയാൻ പോകണ്ട, കുഴപ്പമൊന്നുമില്ല, അങ്ങനല്ല. വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സൃഷ്ടിച്ച രംഗം ഇങ്ങനെ പറയുന്നുണ്ട് സൂറത്തുൽ ഇൻസാന്റെ തുടക്കത്തിൽ. അല്ലേ, ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ പ്രായത്തിൽ ഞങ്ങൾ ഒരു 2 കൊല്ലം മുമ്പ് നമ്മളെവിടെയാണ് അല്ലേ? നമ്മളെ പ്രായം ഒരു 40, 50, 30, 20, 25 ഇത്ര ആവട്ടെ, അതിനേക്കാൾ ഒരു 2 കൊല്ലം മുമ്പ് നമ്മളെവിടെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇല്ലല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഖുർആനിൽ, സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്ത് ദഹർ എന്നൊക്കെ പറയുന്ന സൂറത്ത്, എൻ്റെ തുടക്കത്തിൽ തന്നെ പറയാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്? എല്ലാവരും ശ്രദ്ധിക്കില്ലേ? കുറച്ച് ആളുകൾക്ക് ഇവിടേക്ക് ഒരു മഴക്കിങ്ങനെ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടിക്കുന്നുണ്ട്. ഉണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ ഖുർആൻ്റെ കലാമുകൾ, അള്ളാഹിൻ്റെ കലാം ഇങ്ങനെ കേൾക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉറങ്ങാൻ കഴിയല്ലേ? അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പറയുന്നൊരു സദസ്സിൽ നമുക്ക് ഇങ്ങനെ ക്ഷീണം പിടിച്ചിരിക്കാൻ കഴിയോ? അല്ല, ഇന്നെല്ലാവരും നല്ലോണം ശ്വാസം കണ്ട് വിളിച്ചു നിർത്തുകയാണെങ്കിൽ നല്ല കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഒരു പക്ഷേ അതിൻ്റെതായിരിക്കും. നിങ്ങൾ കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണ്ടല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാന്റെ തുടക്കത്തിൽ തന്നെ പറയണം, എന്ത് അറിയോ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പ്രസ്തവ്യമായ ഒന്നെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം, കാലത്തിൽ നിന്ന് മനുഷ്യരെ നിങ്ങൾക്ക് കടന്നു പോയിട്ടില്ലേ? ഞാൻ എന്തെങ്കിലുമൊക്കെ ഇന്നിപ്പോൾ ചില ആൾക്കാർക്ക് എന്നോടാ, ഓനോ അല്ലേ, ഓളോ അല്ലേ, ഇന്നോടാണോ, ഞാൻ ആരാന്ന് വിചാരിച്ചിരിക്കണം? ഇല്ലല്ലോ. അങ്ങനെ അഹങ്കരിക്കുന്നവർക്ക് മുമ്പിൽ പണ്ഡിതന്മാർ കൊടുത്ത ഒരു മറുപടി ഉണ്ട്. ഒരാളിങ്ങനെ നേരെ ഒരു വലിയ മഹാനായ ഒരു പണ്ഡിതന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ,
നിങ്ങൾ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു അബ്ബാസിയായിട്ടുള്ള ഒരു വലിയ ഖലീഫയായിട്ടുള്ള വലിയ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ്. എന്ന സമയത്ത് ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞേ, നിങ്ങൾ കുറച്ച് കാലം മുമ്പാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവരും മ്ലേച്ഛെന്ന് പറയുന്നൊരു സംഭവമായിരുന്നു. ഇപ്പം നിങ്ങൾ കുറേ ഒരു അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും പുഴുക്കളും ബാക്കിയുള്ളതൊക്കെ അരിക്കുന്ന ഒരു സാധനമാണ്. ആളിങ്ങോട്ട് ചൂളിപ്പോയി എന്നാ. കാരണം അത്രയുള്ളൂ മനുഷ്യന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ടായിരുന്നില്ലേ. എന്നിട്ട് അതേ സൂറത്തിൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് മൂന്നാമത്തെ ആയത്തിലൂടെ, ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. രണ്ട് മാർഗങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നേരായിട്ടുള്ള ഒരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. അതല്ലാത്ത കുറേ മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് രണ്ടാലൊന്നാവാം. ഒന്നെങ്കിൽ ഇമ്മാ ശാകിറ, നിങ്ങൾക്ക് നന്ദിയുള്ള ഒരാളായിട്ട് മാറാം. അല്ലെങ്കിലോ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നിഷേധിച്ചിട്ട് പോവാം. അപ്പോൾ കുഴപ്പമില്ല, നിഷേധിക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. ആയത്തവിടെ നിർത്തിയോ? ആ ആയത്ത് നിർത്തി. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നറിയോ? അത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണ്ടേ. ഇവിടെ ഒരാളെ ഏതെങ്കിലും രൂപത്തിൽ കഷ്ടപ്പെട്ട് നിർബന്ധിച്ചിട്ട് മതപരിവർത്തനം നടത്താൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ. പക്ഷെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം? എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. നമുക്ക് ഓൾതും സ്വീകരിക്കാം, ഒരു ഞമ്മക്കും സ്വീകരിക്കാം. ഒരു സംയമനക്കാവാം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചില ആൾക്കാർ വെച്ചാൽ മത സംയമനം എന്നാണ് അല്ലേ. നമുക്കെന്ത് ചെയ്യാം? ഓരോ ആഘോഷങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ആരാധിക്കണൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ നമുക്കതിൽ ഇടപെടാന്നേ. അവിടെ ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ ഉണ്ണിയേശുവിനൊക്കെ ഇങ്ങനെ കൊണ്ടുകൊണ്ട് നമുക്ക് അതിലിങ്ങനെ കൂടി കൊടുക്കാം. ഒരു നമ്മളെ പരിപാടിക്ക് വന്നോട്ടെ, പള്ളിക്കോ അല്ലേ? ഇങ്ങനെയാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെ കഫൂറാണെങ്കിൽ അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഒന്നുണ്ട്. കാഫിരീങ്ങളായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാതെ അതിൽ വിശ്വസിച്ച് അതിന് തിരികെ പോകുന്ന, അതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്ന ആളുകളെ കുറിച്ച് കാഫിരീങ്ങൾ, നമ്മളിപ്പോൾ കാഫിറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിനെ ആരാധിക്കാത്ത എല്ലാവരും പെടുന്നൊരു സാഹചര്യം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറാ. ഇന്നാ അഅ്തദ്നാ, നാം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ ഒരുക്കി വെച്ചെന്നറിയോ? ലിൽ കാഫിരീൻ, അവിശ്വസിച്ചവരായിട്ടുള്ള ആളുകൾക്ക്, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക്, സലാസില വ അഗ്ലാലൻ വ സഈറാ, ചങ്ങലകളും വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയും ഒക്കെ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. അതിലാണോ നമുക്ക് വേണ്ട? അതല്ലല്ലോ വേണ്ടേ. അടുത്തായത്തിൽ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ച് അവന്റെ വിധിവിലക്കുകളെ പാലിച്ച് മുഅ്മിനായി മുവഹ്ഹിദായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അവർക്ക് ഒരുക്കി വെച്ചൊന്നുണ്ട്. എന്തെന്നറിയോ? ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണെന്ത്? അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള രംഗങ്ങളെക്കുറിച്ച് അല്ലേ. അവർക്ക് നല്ല ആളുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുക്കി വെച്ച കാര്യങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള പാനപാത്രങ്ങൾ, സുന്ദരമായ പാനപാത്രം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല സുന്ദരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയാനുള്ള, നമ്മളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് സുഖാനുഗ്രഹങ്ങൾ അവൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കുന്നവർക്ക് മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മില്ലത്തിനെ സ്വീകരിക്കാൻ പറയേണ്ട എല്ലാവരും അംഗീകരിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുഖ്ലിസീന ലഹുദ്ദീൻ. ആ റബ്ബിനെ നമ്മൾ കണ്ടെത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമായിട്ട് നമ്മളെ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ആ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ള. ഒരിക്കലും തന്നെ നമുക്ക് മറ്റൊരാളുടെ ആശയങ്ങളോ ബാക്കിയുള്ളതോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിനെ കണ്ടെത്തിയിട്ട് അല്ലേ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എല്ലാ മനുഷ്യരും ജീവിച്ചിട്ടുള്ള, ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്, എല്ലാ മനുഷ്യരും ജനിച്ചു പിറക്കുന്നത് ഒരു ഫിത്രത്തോട് കൂടിയിട്ടാണെന്ന്. പലപ്പോഴും വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്.
ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. വീട്ടിലേക്ക് നമ്മളിങ്ങനെ പോകുന്ന നേരത്ത് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ടുണ്ട്, ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ടുണ്ട്. ആ കേക്ക് വാങ്ങിയിട്ട് വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരിച്ചു കൊടുക്കണമല്ലോ. പല കഷ്ണത്തിലായിട്ട് മുറിച്ചു, പലതും പല വലുപ്പ, വ്യത്യസ്ത വലുപ്പത്തിലാ മുറിച്ച്. എന്നിട്ട് എന്ത് ചെയ്ത് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്ത് എന്താ ഉണ്ടാവുക? വീട്ടിലെ ചെറിയ കുട്ടിയുണ്ട്, ആ ഉമ്മച്ചി കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, അല്ല ഇങ്ങനെ നിൽക്കുമോ? ഇല്ലല്ലേ? ആ നിങ്ങൾ നമുക്ക് വലുതെടുത്തില്ലേ അല്ലേ, നമുക്ക് വലുതെടുത്തില്ലേ, എനിക്ക് ചെറുതാലേ തന്നെ. അതിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, നീതി എന്ന് പറയും അല്ലേ. ആ കുട്ടീനാരാ നീതി പഠിപ്പിച്ച്? ഉമ്മ ചെയ്തത് അനീതിയാണെന്ന് ആരാ പഠിപ്പിച്ച്? ആരെയും പഠിപ്പിച്ചോ? ആരെയും പഠിപ്പിച്ചു കൊടുത്തോ? ആ വാക്കാ കുട്ടി പഠിച്ചിണോ? വീട്ടിൽ അതേമാതിരി വീട്ടിലേക്ക് ഒരാളിങ്ങനെ കയറി വരിക, നമ്മളൊപ്പാരെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വീട്ടിൽ ആരോ ചോദിച്ചിങ്ങനെ വരികയാണ്. അപ്പം ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ ചെറിയ കുട്ടീനെ വിളിച്ചാണ്ട് പിന്നെ ആ പുറത്ത് വന്ന ആളോട് പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചോദിച്ചു വരികയെന്ന് ചോദിച്ചു, അയൽവാസിയാണ്, ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വരികയാണ്, നമ്മളടുത്ത് ഇപ്പം ഇല്ല, അപ്പോൾ തൽക്കാലം മോളെ ഇജ്ജ് പോയിട്ട് ഞാനിവിടെ ഇല്ല എന്നൊന്ന് പറഞ്ഞു കൊടുത്താ കുട്ടി മുഖത്തേക്ക് തന്നെ നോക്കൂ, ഇതിപ്പോൾ എന്താ പറയണേ അല്ലേ? അതിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, കളവാണെന്ന് പറയും. ആ കുട്ടിക്ക് ചിലപ്പോൾ കളവ് എന്നുള്ള വാക്കോ നീതി എന്നുള്ള വാക്കോ അറിയോ? ഇല്ലല്ലേ? ആരാ പഠിപ്പിച്ചെടുത്തേ? ആ ഇനി വേറെ ഒന്നും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ഒരു ശബ്ദം ഇങ്ങനെ പോയി കേട്ട്, അപ്പുറത്തുനിന്നൊരു ശബ്ദം കേട്ട്, വേണ്ട ചെറിയ കുട്ടി ഇങ്ങനെ ഒന്ന് ഇതാക്കി, കുട്ടി എന്ത് ചെയ്യും? ഇങ്ങനെ തിരിഞ്ഞു നോക്കൂലേ? ഒരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ പിറകിൽ ആ ശബ്ദം ഉണ്ടാക്കുന്ന ഒരാളുണ്ട് എന്ന് ആരാ പഠിപ്പിച്ച്? ആരും പഠിപ്പിച്ചെടുത്തോ? ഇല്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞു വെച്ച് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തെറ്റും ശരിയും അല്ല. തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിനൊരു വലിയ പ്രയാസം ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അതെന്തുകൊണ്ടാ? അതവിടെ മനസ്സിൽ ഇൻബിൽട്ടായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ തന്നൊരു സാധനമാണ് പഠിച്ച റബ്ബ്. അപ്പോൾ ആ റബ്ബിനെ നമ്മൾ കണ്ടെത്തിയിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കണ്ടെത്തിയിട്ട്, അതാണ് നമ്മൾ പറഞ്ഞ ഏതൊന്നിൻ്റെ പിന്നിലും അതിനെ സൃഷ്ടിച്ചിട്ടുള്ളൊരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കാഫിറൂനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കാൻ, യഥാർത്ഥ റബ്ബിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊത്ത്, കൂട്ടുകാരോടൊത്ത്, ബന്ധുമിത്രാദികളോടൊത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മളുടെ ഇടയിലൊക്കെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരിലൊക്കെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ, രോഗം കൊണ്ടും കടം കൊണ്ടുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല രൂപങ്ങളിലും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെയുള്ള പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, ഫضل കൊണ്ട് നമുക്ക് ഒക്കെയും തന്നെ ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് മുന്നേറിക്കൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹ്മനാ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.